വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 10 മുതൽ 14 വരെയുള്ള സൂക്തങ്ങൾ. നിന്റെ രക്ഷിതാവ് മൂസയെ അഥവാ മോസസ് എന്ന പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞ ആ സന്ദർഭം ഓർക്കുക. മൂസ, താങ്കൾ ആ അക്രമികളായ ജനതയിലേക്ക് ചെല്ലുക, അതായത് ഫറവോൻ ജനതയിലേക്ക്. അവർ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ എന്ന് ഉണർത്തുവാൻ വേണ്ടി. അപ്പോൾ മൂസ പറഞ്ഞു, അവരെന്നെ നിഷേധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്, എന്നെ തള്ളിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം ഞെരുങ്ങുന്നു. ഞാനാണെങ്കിൽ വാചാലനല്ല. അതിനാൽ എൻ്റെ സഹോദരൻ ഹാറൂനിനും ഈ ദൗത്യം ഏൽപ്പിക്കണമേ. അവർക്കാണെങ്കിൽ എൻ്റെ പേരിൽ ഒരു കുറ്റവും പറയാനുണ്ട്. അതുകൊണ്ട് എന്നെ അവർ കൊന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഈ മൂസ നബി, അതായത് മോസസ്, യേശുക്രിസ്തുവിന് മുമ്പായിട്ട് ദൈവം നിയോഗിച്ച ഒരു മഹാപ്രവാചകനാണ് മോസസ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് മോസസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം സാന്ദർഭികമായി ഖുർആനിലെ പല അധ്യായങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ നബി തിരുമേനിക്കും അതുപോലെ നബി തിരുമേനിയുടെ അനുയായികൾക്കും ധാരാളം പാഠങ്ങൾ പഠിക്കുവാനുണ്ട് ഈ മൂസയുടെയും ജനതയുടെയും ചരിത്രത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂസാ നബിയുടെ ചരിത്രം ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഈജിപ്തിലെ വരേണ്യവർഗമായ ക്വിത്തികൾ, അതായത് കോപ്റ്റിക് വംശത്തിൻ്റെ രാജാവാണ് ഫറോവ. അവിടുത്തെ ഒരു രാജവംശമായിരുന്നു ഫറോവമാർ. ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫറോവ തന്നേക്കാൾ വലിയ മറ്റൊരു രാജാവും അധിപനും ഈ ലോകത്തില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല, എൻ്റെ കൽപ്പനക്കനുസൃതമായിട്ട് മാത്രമേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്നാണ് അവൻ തിട്ടൂരമിറക്കിയത്. അപ്പോൾ ഈ ഫറോവയെയും അവനെ പിന്താങ്ങുന്ന അവൻ്റെ സമുദായത്തെയും, അതായത് കോപ്റ്റിക് വംശം, അവരെയും നേർവഴിയിലേക്ക് ആനയിക്കുവാനും ഫറോവയും കൂട്ടരും അടിച്ചമർത്തി അടിമകളാക്കി മാറ്റിയ ഇസ്രായേൽ സമുദായത്തെ വിമോചിപ്പിക്കുവാനുമാണ് മൂസാ നബിയെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാനുള്ള കഴിവില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂന് ആ കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂസ ദൈവത്തോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രവാചകനായിട്ട് ഈ സഹോദരൻ ഹാറൂനെയും കൂടി നിശ്ചയിച്ച് തരയണമേ എന്ന്. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് മൂസ ഒരു കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരാളെ വധിക്കുകയുണ്ടായി. ആ സംഭവം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒരു ഇസ്രായേലി വംശത്തിൽപ്പെട്ട ഒരു യുവാവും ഈ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട മറ്റൊരു യുവാവും കൂടി അടിപിടി ഉണ്ടായപ്പോൾ മൂസ തൻ്റെ ഈ ഇസ്രായേൽ യുവാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മൂസ ഈ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ആളാണ്, ആ കക്ഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കോപ്റ്റിക് വംശജനെ അടിച്ചു. ആ അടിയിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ താൻ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പട്ടാളം അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയുള്ള ഫറോവയുടെ കിങ്കരന്മാർ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ഒരുമ്പെടുന്നു എന്ന വാർത്ത കേട്ട ഉടനെ അദ്ദേഹം ജോർഡാനിലേക്ക് ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത്. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിച്ച സൂക്തത്തിൽ ഇപ്രകാരം പറഞ്ഞത്, അവരെന്നെ ആ കേസിൻ്റെ പേരിൽ വധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. തുടർന്നുണ്ടായ സംഭവങ്ങൾ അടുത്ത സൂക്തങ്ങളിൽ വിവരിക്കുന്നുണ്ട്.